സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ആൻസേഴ്സ് പതിവ് പോലെ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോകസഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? ലോകസഭയിലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോകസഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? 14 ദിവസം മുമ്പാണ്. ഇപ്പൊ ലോകസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോകസഭാ സെക്രട്ടറി ജനറലിന് 14 ദിവസം മുമ്പ് രേഖാമൂലം നോട്ടീസ് നൽകിയിരിക്കണം. അടുത്ത ചോദ്യം, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ആണ്. ബിയാസ് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ്. അതുപോലെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബിയാസ് ആണ്. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം? കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008 2008 കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയത്. 2008. നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? നാടകീയം. നാടകീയം എന്ന പുസ്തകം രചിച്ചത് കൈനിക്കര കുമാരപിള്ളയാണ്. കൈനിക്കര കുമാരപിള്ള. നാടകീയം എന്നത് നാടകത്തെ സംബന്ധിച്ച ആധികാരികമായ ഗ്രന്ഥമാണ്. അത് രചിച്ചത് കൈനിക്കര കുമാരപിള്ള. ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആര്? ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം ഏത് പദമാണ്? സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ്? ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 67B. 67B ഏതാണ്? ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് 67B. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4 മുതൽ 10 വരെയാണ്. 4 മുതൽ 10 വരെ. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്? സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ആണ് നൈട്രിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം? സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം. അപ്പോൾ നാരി ശക്തി പുരസ്കാരം ഏത് മേഖലയിലാണ് നൽകുന്നത്? സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് നാരി ശക്തി പുരസ്കാരം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തിയോ കടൽ തീരമോ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്? അന്താരാഷ്ട്ര അതിർത്തിയോ കടൽ തീരമോ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം? അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകമാണ് പർപ്പിൾ റിബൺ. പർപ്പിൾ റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പർപ്പിൾ റിബൺ.
കേരള നിയമസഭ സേവനാവകാശ നിയമം പാസാക്കിയ വർഷം. കേരള നിയമസഭ സേവനാവകാശ നിയമം പാസാക്കിയത് 2012 കേരള നിയമസഭ സേവനാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2012. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് നോട്ട. നോട്ട നോട്ട എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദി എബവ്. നൺ ഓഫ് ദി എബവ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ്? 2014. 2014 ഓഗസ്റ്റിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത്. 2014 ഓഗസ്റ്റ്. അടുത്ത ചോദ്യം, മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളുടെ വിരലടയാളം അറ്റോമിക് നമ്പർ ആണെന്ന് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അപ്പൊ പുതുച്ചേരി ഏത് കോടതിയുടെ പരിധിയിലാണ് വരുന്നത്? മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിലാണ് പുതുച്ചേരി വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക അറിവോരം. അറിവോരം എന്താണ്? കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ്? അറിവോരം. കുഞ്ചൻ ദിനം എന്നാണ്. കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മെയ് 5. മെയ് 5 തീയതിയാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കുഞ്ചൻ ദിനം എന്നാണ്? മെയ് 5. കേരളത്തിൽ ആദ്യമായി റെസ്ക്യൂ കം വാട്ടർ ആംബുലൻസ് നിലവിൽ വന്നത് എവിടെ? കേരളത്തിൽ ആദ്യമായിട്ട് റെസ്ക്യൂ കം വാട്ടർ ആംബുലൻസ് നിലവിൽ വന്നത് ചേർത്തലയിലാണ്. ചേർത്തല. ലോക ഹീമോഫീലിയോ ദിനം. ലോക ഹീമോഫീലിയോ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയോ ദിനം എന്നാണ് ഏപ്രിൽ 17. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. കുമരകം. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി. കാദംബരി എന്നത് ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മയുടേതാണ്. പ്രത്യേകത എന്താണത്? പൂർത്തീകരിക്കാത്ത ചിത്രമാണ്. അപ്പൊ രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാദംബരി. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഗിരണം ചെയ്യുന്ന വാതകം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഗിരണം ചെയ്യുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്. കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 1998 നവംബർ 15. കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത് 1998 നവംബർ മാസം 15 തീയതിയാണ്. 1998 നവംബർ മാസം 15 തീയതി. ചാലിയത്ത് കോട്ട കെട്ടാനായിട്ട് പോർച്ചുഗീസുകാരെ അനുവദിച്ച നാട്ടുരാജാവ്. ചാലിയത്ത് കോട്ട കെട്ടാനായിട്ട് പോർച്ചുഗീസുകാരെ അനുവദിച്ച നാട്ടുരാജാവ് ആരാണ്? വെട്ടം രാജാവാണ്. വെട്ടം രാജാവ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത്. BR അംബേദ്കർ.
വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം. വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാക്കുന്ന രോഗമാണ് ലൂക്കോപീനിയ. രോഗത്തിന്റെ പേര് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. ഇപ്പൊ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്നത് ലൂക്കോപീനിയ. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയാൽ ഉണ്ടാകുന്നതാണ് ലുക്കീമിയ. മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ കളക്ടർ. മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ കളക്ടറാണ് കനോലി. ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞുപോയതെന്നാണ്. ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞുപോയ വർഷം 1795 1795 ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞുപോയത്. 1795. പേർഷ്യൻ ഭാഷയിൽ സഫർനാമ രചിച്ച സിഖ് ഗുരു. പേർഷ്യൻ ഭാഷയിൽ സഫർനാമ രചിച്ച സിഖ് ഗുരു ആരാണ്? ഗോബിന്ദ് സിംഗ് ആണ്. പേർഷ്യൻ ഭാഷയിൽ സഫർനാമ രചിച്ച സിഖ് ഗുരുവാണ് ഗോബിന്ദ് സിംഗ്. അടുത്ത ചോദ്യം, മയ്യഴി സ്വതന്ത്രമായത് എന്നാണ്? മയ്യഴി 1954 ജൂൺ 14. മയ്യഴി സ്വതന്ത്രമായതെന്നാണ്? 1954 ജൂൺ 14. 1954 ജൂൺ 14 മയ്യഴി സ്വതന്ത്രമായത്. സ്വതന്ത്ര മാഹിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു? IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു സ്വതന്ത്ര മാഹിയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ. ഗ്രീനോക്കൈറ്റ് എന്തിന്റെ അയിരാണ്? കാഡ്മിയം. കാഡ്മിയത്തിന്റെ അയിരാണ് ഗ്രീനോക്കൈറ്റ്. എന്തിന്റെ അയിരാണ്? കാഡ്മിയം. ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആര്? ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് രാജാ രവിവർമ്മ. ചിത്രത്തിന്റെ പേര് ശ്രീകൃഷ്ണ ജനനം. വരച്ചത് രാജാ രവിവർമ്മ. സെറോസൈറ്റ് എന്തിന്റെ അയിരാണ്? കറുത്തീയത്തിന്റെ അയിരാണ് സെറോസൈറ്റ്. COVID-19 പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ കോവാക്സിൻ ആണ്. COVID-19 പ്രതിരോധിക്കാനായിട്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോവാക്സിൻ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബാവലിപ്പുഴയുടെ തീരത്താണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ബാവലിപ്പുഴ. 24 വൃത്തം എന്ന കൃതി രചിച്ചത് ആര്? 24 വൃത്തം എഴുത്തച്ഛൻ. 24 വൃത്തം എന്ന കൃതി രചിച്ചത് ആരാണ്? എഴുത്തച്ഛൻ. ഭാഷാ ശാകുന്തളം രചിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. ഭാഷാ ശാകുന്തളം രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ. മലയാള ശാകുന്തളം എന്ന കൃതി ആരാണ് രചിച്ചത്? AR രാജരാജവർമ്മയാണ്. ഭാഷാ ശാകുന്തളം രചിച്ചത് ആയില്യം തിരുനാൾ. മലയാള ശാകുന്തളം രചിച്ചത് AR രാജരാജവർമ്മ. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥ അരങ്ങ് കാണാത്ത നടൻ. തിക്കോടിയന്റെ അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയാണ് വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥ. അരങ്ങ് കാണാത്ത നടൻ. മേഘത്തിന്റെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘത്തിന്റെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീലോമീറ്റർ. മേഘത്തിന്റെ ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീലോമീറ്റർ. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്.
അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് അയ്യപ്പൻ പിള്ള. കോമൺവെൽത്തിന്റെ ആസ്ഥാന മന്ദിരം. കോമൺവെൽത്തിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏതാണ്? മൾബറോ ഹൗസ് ആണ് കോമൺവെൽത്തിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിൽ. കോമൺവെൽത്തിന്റെ ആസ്ഥാന മന്ദിരം മാൾബറോ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ. ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരീസ്? ബാരീസ് എന്നത് പമ്പ നദിയുടെ പ്രാചീന നാമമാണ്. ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരീസ്? പമ്പ. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടിരുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? തേക്കടി വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.